എടാ തിയേറ്റർ ഫുള്ളായി, പെട്ടി വേഗം കൊണ്ടുപോടാ മരമണ്ട. എന്താന്ന് മനസ്സിലായോ? മീശ കണ്ടോ വലുതാ? മീശ വലുതാണെങ്കിലേ അതിനെ എടി, ആ ചുമന്ന് ഉടുപ്പിട്ടവനെ നോക്കി. അയ്യേ അയാളോ? അയ്യേ, ഒരു വായി നോക്കി പോലുണ്ട്. ഒന്ന് പോടി, നിന്റെ മീശക്കാരനെ കാട്ടി എത്ര ഭംഗിയാ. ഒന്ന് ചുമ്മാ ഇരിയടി. അവൾക്ക് ഇഷ്ടായെന്ന് പറഞ്ഞല്ലോ, കെട്ടിച്ചു കൊടുക്കമ്മാവാ. ഇല്ല, ഞാൻ ചത്താലേ കല്യാണം നടക്കും. എങ്കിൽ നിങ്ങൾ ചാക്. എന്താ സ്വന്തം അച്ഛനോട് ചാകാൻ പറയുന്നു? നിങ്ങൾ ചത്താലേ കല്യാണം നടക്കുമെങ്കിൽ നിങ്ങൾ ചാക്. നിന്നെ ഞാൻ എന്താ ചെയ്യാം? അതുപോലെ വഴക്കായിരുന്നു. ധൈര്യമായിട്ടൊരു തീരുമാനം എടുത്തു. അവർ വിചാരിച്ച പോലെ നല്ല 2 ചെറുക്കന്മാരെ കിട്ടി. നന്ദിനി, എന്റെ അച്ഛനോട് വിവരം പറഞ്ഞേക്കേ. എന്റെ കാര്യം അധോഗതി. നന്ദിനിയെ കല്യാണം കഴിക്കാൻ കുട്ടിക്കാനത്തുനിന്ന് ആൾക്കാർ വന്നോണ്ടിരിക്കുക. എന്റെ അമ്മേ, എല്ലാം വേഗം അങ്ങ് നടത്തണം. എടാ മോനെ, ഇവളുടെ പ്രായത്തിൽ എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. വേഗം കെട്ടിച്ചു വിടാൻ നോക്ക്. കിളവി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്തവരത്തിനെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുക? ദൈവമേ, അങ്ങനെ ഒരു വരം മാത്രം എനിക്ക് കിട്ടരുതെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നേ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്താടി? ചെറുക്കനും ചേച്ചിനെ ഇഷ്ടമാന്ന് പറഞ്ഞു. എന്ത്? അടുത്ത മാസം കല്യാണമാ ചേച്ചി. പൊടി. അടിപൊളിയല്ലേ ചേച്ചി? ദൈവവും കൈവിട്ട് കളഞ്ഞല്ലോ. ഇതോടെ എല്ലാം അവസാനിച്ചു. എന്നെ കെട്ടാൻ പോകുന്നവൻ ആരായിരിക്കും എന്തോ. എന്റെ ദൈവമേ. കഴിക്കുന്നുണ്ട്, എനിക്ക് തന്നേക്കടാ. എന്താടാ കാണിക്കുന്നത്? എത്ര ചോദിച്ചിട്ടും തന്നില്ലടാ. ഇങ്ങോട്ട് നോക്ക്. ഒരുത്തന്റെ കല്യാണത്തിനെ അവന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ടെങ്കിൽ എന്താ കാരണം അതിന്? ആ കല്യാണ ചെറുക്കൻ അവരുടെ കൂട്ടുകാർക്ക് ബിയറോ ഒരു ഫുള്ളോ പട്ടച്ചാരോ വാങ്ങിത്തരുമെന്ന് ഓർത്ത് മാത്രമാണ്. പക്ഷെ കല്യാണ ചെറുക്കനെ നീയോ ഞങ്ങൾക്ക് പച്ച വെള്ളം പോലും വാങ്ങി തരാതെ ബിയർ മുഴുവൻ ഒറ്റയടിക്ക് കുടിച്ചോണ്ടിരിക്കുകയാണല്ലടാ. നീ കുടിച്ചതെല്ലാം മേടിച്ച് പുറത്ത് കളയാനായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് വരണോ അല്ലേ? രക്ഷപ്പെട്ടത് നോക്കി ഓടിക്കടാ. ഇതുപോലൊരു ചെറുക്കനെ അന്ന് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ ചതി ചെയ്യില്ലായിരുന്നു. ആ മീശ കണ്ടത് എന്റെ കഷ്ടകാലം. എന്താടി, എല്ലാരും വന്നോ?